മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഏലിയാസ്ലീഹ മൂസകാലം 7-ാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവിനോടൊപ്പം നാം ചിന്തിക്കുക ആശ്വാസത്തെ പറ്റിയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ തേടുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും ആ ആശ്വാസം കണ്ടെത്തുന്നവരുമാണ്. എന്നാൽ നമുക്ക് ലഭിച്ച ആശ്വാസം മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ടതാണ് എന്ന് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ താൻ ജനത്തോടും മോശയോടും കൂടി ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യുന്ന കർത്താവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. ഈ ഒരു ആശ്വാസ വചനമാണ് മോശയെ ശക്തിപ്പെടുത്തി മുൻപോട്ട് നയിച്ചതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക ദൈവത്തിൻ്റെ സംരക്ഷണം മനസ്സിലാക്കുന്ന ജെറമിയ പ്രവാചകനെയാണ്. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കുന്ന കർത്താവിനെ ജെറമിയ പ്രവാചകൻ മഹത്വപ്പെടുത്തുന്നതായി ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നു. ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്താൽ അവൻ്റെ പീഡനങ്ങളുടെ യോഗ്യതയാൽ ലഭിക്കുന്ന സമാശ്വാസത്തെപ്പറ്റിയാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുക. കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാശ്വാസത്തെപ്പറ്റി പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സമാശ്വാസം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്നുകൂടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവിക ആശ്വാസത്തിൻ്റെ പിന്തുടർച്ചയായി ഈശോയിലൂടെ നാം ആശ്വാസത്തെ വീണ്ടും കണ്ടുമുട്ടുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഈശോയുടെ വചനം പഴയ നിയമത്തിൽ മോശയെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്കായി വാഗ്ദാനം ചെയ്ത ഈ ആശ്വാസം നമ്മിൽ ഒതുങ്ങപ്പെടേണ്ടതല്ല, പിന്നെയോ നമ്മിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പിന്തുടരപ്പെടേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കി അതിനായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആശ്വാസം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.